വാക്യം ഇന്നും വായിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാമത് വാക്യമാണ്. മലയാളത്തിൽ പ്രാരംഭത്തിൽ വായിക്കും. അതിന് ശേഷമായിട്ട് തമിഴിലും ആ വാക്യം വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വായിക്കുന്നവർ രണ്ടുപേരും ഫ്രണ്ടിലോട്ടിരിക്കും. നിങ്ങൾക്കൊരു ധാരണയാകും. എനിക്ക് നിങ്ങളെ കാണുകയും ചെയ്യാം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ஸ்திரீகளிடத்தில் பிறந்தவர்களில் யோவான் ஸ்நானனை பார்க்கிலும் பெரியவன் ஒருவனும் எழும்பினதில்லை. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടെ നമുക്ക് എല്ലാവർക്കും ജപിക്കാം. ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രിക്ക് സ്തോത്രം. ഞങ്ങളുടെ ആണ്ടവരെ, നല്ല രാത്രി വേളയ്ക്കായി സ്തോത്രം. ഈ ദേശത്തെ അനുഗ്രഹിക്കണം. ദേശത്തെ ആശീർവദിക്കണം. കൂടപ്പെട്ടവരെ അനുഗ്രഹിക്കണം. കൂടി വന്ന ജനത്തെ ആശീർവദിയും. എല്ലാ കർത്തൃദാസന്മാരുടെ മേലും കുടുംബങ്ങളുടെ മേലും കൃപ ചൊരിയണം. എല്ലാ കർത്തരുടെ ഊഴിയക്കാരുടെ മേലും കുടുംബങ്ങൾ മേലും കൃപ താരും. ഇത് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകണം. ഇത് ഗവനിക്കുന്ന ദേവപിള്ളികൾക്കും ആശീർവാദമായിരിക്കട്ടെ. എല്ലാം നന്മയ്ക്കായി ചെയ്യണം. എല്ലാവരെയും നന്മയ്ക്കായി ചെയ്യും. പുത്രനെയും മഹത്വപ്പെടുത്തുക, കുമാരനെയും മഹിമപ്പെടുത്തും. ഇവിടുത്തെ വേലയെയും അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ഊഴിയത്തെയും കർത്തർ ആശീർവദിയും. കർത്താവിന്റെ വേല ചെയ്യുന്ന ഞങ്ങളുടെ ദാസനെ, കർത്താവിന്റെ ദാസിമാരെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. കർത്തരുടെ ഊഴിയത്തെ ചെയ്ത കർത്തരുടെ ഊഴിയക്കാരെയും ഊഴിയക്കാര സഹോദരികളെയും കർത്തർ ആശീർവദിയും. കൃപാസനത്തിന്റെ എല്ലാ സഭകളെയും ശുശ്രൂഷകരെയും ആശീർവദിക്കും. കൃപാസനത്തിന് എല്ലാ ഊഴിയങ്ങളെയും ഊഴിയക്കാരെയും കർത്തർ ആശീർവദിക്കും. പുത്രനെയും മഹത്വപ്പെടുത്തുക, കുമാരനെയും മഹിമപ്പെടുത്തും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ക്രിസ്തുയേശുവിൻ വിലയേറപ്പെട്ട നാമത്തിൽ ജപിக்கிறோம். ആമേൻ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. കരങ്ങൾ ഉയർത്തി ശബ്ദമായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി രണ്ടുപേരും മാറി മാറി വായിച്ചാട്ട്. വാസിത്ത വസനത്തിൽ ഒരു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ஸ்திரீகளிடத்தில் பிறந்தவர்களில் யோவான் ஸ்நானனை பார்க்கிலும் பெரியவன் ஒருவனும் எழும்பினதில்லை. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്ത്രീകളിടത്തിൽ പിറന്നവர்களிൽ யோவான் ஸ்நானனை பார்க்கிலும் பெரியவன் ஒருவனும் எழும்பினதில்லை. കാട്ടുപാമ്പോടത്തുമേളിക്കും കൂട്ടികളെന്നാൽ വാട്ടമുണ്ടാകയില്ലതുമേ. കാട്ടുപാമ്പോടത്തുമേളിക്കും കുട്ടികളെന്നാൽ വാട്ടമുണ്ടാകയില്ലതുമേ. കാട്ടുപൂലികളുവാട്ടിൻ കൂട്ടവും ഒന്നിച്ചുമേയും. കാട്ടുപൂലികളുമാട്ടിൻ കൂട്ടവും ഒന്നിച്ചുമേയും. കാട്ടുപൂലികളും ആട്ടിൻ കൂട്ടവും ഒന്നിച്ചുമേയും. നാട്ടിലെല്ലാതൻ മകളും പുഷ്ടിയായിരിക്കും. മോദമതി മോദമോദമുരേ വാദകാലം സാധനം അണഞ്ഞിടുന്നതോ. മോദം അതി മോദം മോദം രേ വാദകാലം സാദരം അണഞ്ഞിടുന്നതോ.
ജാതിയും മുതിർന്നു യാതമോദം പാടിടുന്നു യഹൂദജാതിയും മുതിർന്നു യാതമോദം പാടിടുന്നു മോദമതി മോദമോദം പാട്ടകാലം സാദരം അണഞ്ഞിടുന്നോ ഓടുകളാക്കി ചാലു പോകാനാകുമായവ വാളുകുന്തങ്ങൾക്കില്ല വശം ഓടുകളാക്കി ചാലു പോകാനാകുമായവ ഓടുകളാക്കി ചാലു പോകാനാകുമായവ നാലുദിക്കും സമാധാനം ചാലവേ ഭാരം നിരിക്കും നാലുദിക്കും ചാലവേ നിരിക്കും നാലുദിക്കും സമാധാനം ചാലവേ മോദമതി മോദം മോദം വാഴ്ത്തകാലം സാദരം അണഞ്ഞിടുന്നതോ മോദമതി മോദം മോദം വാഴ്ത്തകാലം സാദരം അണഞ്ഞിടുന്നതോ പോകുമേ സിയോന്റെ മക്കൾ നന്ദിയോടെ പാടിയാർക്കുമേ അന്നുകാലങ്ങൾ പോകുമേ സിയോന്റെ മക്കൾ നന്ദിയോടെ പാടിയാർക്കുമേ മണ്ണിടെ ജയം കൊണ്ടാടി അന്നു സൂവി ശേഷക്കോട്ടി മണ്ണിടെ ജയം കൊണ്ടാടി അന്നു സൂവി ശേഷക്കോട്ടി മണ്ണിടെ ജയം കൊണ്ടാടി അന്നു സൂവി ശേഷക്കോട്ടി മണ്ണിടെ ജയം കൊണ്ടാടി ോട്ടി മണ്ണിടെ ജയം കൊണ്ടാടി അന്നു സൂവി ചേട്ടക്കോട്ടി മണ്ണിടെ ജയം കൊണ്ടാടി ഉന്നതമായി നിന്നും ജന സന്നുതി പാടി
വസിക്കും ഉന്നതമായി നിന്നും ജന സന്നുതി പാടി വസിക്കും മോദമതി മോദം മോദം വാർത്തകാലം സാദരം ആനഞ്ഞിടും മനോ മോദമതി മോദം മോദം വാർത്തകാലം സാദരം ആനഞ്ഞിടും മനോ ജാതി ഭേദവാദം തീർന്നു ജാതികളൊന്നാകിടുന്നു ജാതി ഭേദവാദം ഒന്നാകിടുന്നു ജാതി ഭേദവാദം തീർന്നു ജാതികളൊന്നായി ജാതി ഭേദവാദം തീർന്നു ജാതികളൊന്നായിടും ഭൂതജാതിയും മുതിർന്നു ജാതമോദ പാടിടുന്നു യഹൂദജാതിയും മുതിർന്നു പാടിടുന്നു മോദമതി മോദമോദം വാഴ്ത്തകാലം സാദരമണിടുന്നോ മോദമതി മോദം മോദം വാഴ്ത്തകാലം സാദരമണിടുന്നോ നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കരങ്ങളെ ഉയർത്തി ഒരു മുறை கூட கர்த்தரை மகிமைப்படுத்தும். ஹalleluya. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്ത്രീകളിടത്തിൽ പിറந்தவர்களில் യോഹന്നാൻ സ്നാപകനേക്കാൾ யோவான் ஸ்நானனை பார்க்கிலும் വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. பெரியவன் ஒருவனும் எழும்பினதில்லை. നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ചിന്തിച്ചു വന്നത് യോഹന്നാൻ വലിയവനാകാനുള്ള കാരണങ്ങളെ പറ്റിയാണ്. நேற்றையும் அதற்கு முந்தின நாளும் சிந்தித்துக் கொண்டிருக்கிறது யோவான் பெரியவனாக கூடிய காரணம் என்னவென்று. യോഹന്നാൻ സ്നാപകൻ വലിയവനാകാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം അദ്ദേഹത്തെ ദൈവം അയച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. யோவான் ஸ்நானகன் பெரியவனாக முதல் காரணம் அவனை கர்த்தர் அனுப்பி அவன் பூமியில வந்தான். രണ്ട്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മനിറവ് പ്രാപിച്ചു. இரண்டாவதாய் தாயின் வயிற்றில் இருக்கும் போதே ஆவின் நிறைவை பெற்றிருந்தான். മൂന്ന്, യേശു ക്രിസ്തുവിന് മുമ്പായിട്ട് നടന്നവനാണ്. மூன்றாவது இயேசு கிறிஸ்துவுக்கு முன்பாக நடக்கிறவனாயிருந்தான். നാല്, അദ്ദേഹം ആത്മാവിൽ ബലപ്പെട്ടവനാണ്. நான்காவதாய் ஆவியில பலப்பட்டு கொண்டிருந்தவனாயிருந்தான். അഞ്ചാമത്തെ കാര്യം നാം ഇന്നലെ ചിന്തിച്ചത്, ஐந்தாவது காரியம் நான் நேற்றைக்கு சிந்தித்தது, യോഹന്നാൻ ധൈര്യവും വീര്യവും ഉള്ളവനായിരുന്നു. யோவான் தைரியமும் வீரமும் உள்ளவனாயிருந்தான். തന്റെ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും തെളിവാണ് വന്നവരോടെല്ലാം മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു. அவன் அவனுடைய தைரியத்திற்கும் வீரத்திற்கும் ஆதாரம் வந்த எல்லாரிடத்திலும் முகத்தை பார்த்து நேரடியாய் காரியங்களை பேசினான். നാനാ തുറകളിൽപ്പെട്ടവരുമാണ് യോഹന്നാന്റെ അടുക്കൽ സ്നാനത്തിന് മാനസാന്തര സ്നാനത്തിന് വന്നുകൂടി. பலவித துறைகளில் உள்ளவர்கள் தான் யோவான் ஸ்நானத்திலே ஞான ஸ்நானத்திற்காய் வந்தார்கள். പരീശന്മാര് വന്നു, பரிசேயர்கள் வந்தார்கள், നാട്ടുകാര് വന്നു, தேசத்தில் உள்ளவர்கள் வந்தார்கள், സദൂക്യര് വന്നു, சதுசேயர்கள் வந்தார்கள், യെരൂശലേമ്യര് വന്നു, எருசலேமியர் வந்தார்கள், പുരോഹിതന്മാര് വന്നു, ஆசாரியர்கள் வந்தார்கள், ലേവ്യര് വന്നു, லேவியர்கள் வந்தார்கள், യോർദാന്റെ അക്കരയിൽ വന്നു, யோர்தானுக்கு அக்கறையில் இருந்து வந்தார்கள், യോർദാന്റെ ഇക്കരയിൽ വന്നു, யோர்தானுக்கு இந்த கரையில் இருந்து வந்தார்கள், പട്ടാളക്കാര് വന്നു, ராணுவ வீரர்கள் வந்தார்கள், ചുങ്കക്കാര് വന്നു, ஆயக்காரர்கள் வந்தார்கள், കൂടപ്പെട്ട ജനം വന്നു, கூடியிருந்த ஜனங்களில் வந்தார்கள். സകല ആൾക്കാർ യോഹന്നാൻ സ്നാപകന്റെ അടുക്ക വന്നു. எல்லா ஜனங்களும் யோவானிடத்துல வந்தார்கள். അവരോട് മുഖത്ത് നോക്കി ആ കാര്യം പറഞ്ഞത്. அவர்களிடத்துல முகத்தை பார்த்து காரியங்களை பேசினார். കാര്യങ്ങൾ യോഹന്നാൻ തീർത്തു പറഞ്ഞു. காரியங்களை யோவான் தெளிவாய் தீர்த்து അതാണ് பேசினார். തന്റെ ധൈര്യം. அது அவருடைய தைரியம். നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേര്. இந்த பகுதியை ஒன்று வாசிக்கலாம். അതിന്റെ 7ാമത്തെ വാക്യം വായിക്കാം. 7வது வசனத்தை வாசிக்கலாம். മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം. மத்தேயு சுவிசேஷம் 3வது அதிகாரம் 7வது வசனம். അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്തു കാണാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്തു കാണാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗ്രഹങ്ങളിലല്ലോ അല്ല, എന്തിനു പോയി? 3-ാം അധ്യായത്തിന്റെ 7 വായിച്ചത്. മത്തായി സുവിശേഷം 3-ന്റെ 7.
തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യത്തിലും മത്തായി 3:7. തന്റെ സ്നാനത്തിനെ പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, അപ്പൊ സദൂക്യരും പരീശരും തന്റെ അടുക്ക വരുന്നത് കണ്ടാറെ പുള്ളി ഉണ്ടയിട്ടെന്നല്ല അവരുടെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞത്. பரிசேயரும் சதிசேயரும் அவரிடத்தில் வந்ததை பார்த்து அவன் அவர்களை பிரியப்படுத்தும்படி ஏதோ ஒன்றை செய்யவில்லை, முகத்தை பார்த்து காரியத்தை അവരോട് പറഞ്ഞ കാര്യമാണ് താഴെ എഴുതിയിരിക്കുന്നത്. அவரிடத்தில் பேசினதுதான் கீழே எழுதப்பட்டிருக்கிறது. ഇന്നലെ വായിച്ചല്ലോ വിരിയം മാമിന്റെ കുഞ്ഞുങ്ങളെ എന്നാ, പിള്ളകളെ. நேற்றைக்கு வாசித்தது போல விரியன் மாமின் குட்டிகளே அல்லது பிள்ளைகளே. ഡോക്ടർ റവറന്റ് ഇന്നയാൾ വന്നെന്നല്ല, വിരിയം പാമ്പിന്റെ പിള്ള എന്നാ വിളിച്ചത്. அவன் ரெவரண்ட் டாக்டர் அப்படியெல்லாம் சொல்லவில்லை, விரியன் பாம்பின் குட்டிகளே என்று சொல்லுகிறான். അങ്ങനെ മുഖത്ത് നോക്കി കാര്യം പറയുക, முகத்தை பார்த்து காரியத்தை சொன்னான். അതുകൊണ്ടാണ് യോഹന്നാൻ ജനത്തോട് പറഞ്ഞത്, പുരുഷാരം വന്നവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന്, ഞങ്ങൾ എന്ത് ചെയ്യണം. ஆகவே தான் ஜனக்கூட்டம் வந்தபோது அவன் கேட்கிறான், நாங்கள் என்ன செய்ய வேண்டும். യോഹന്നാൻ പറഞ്ഞു, വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്തതിനെ എല്ലാം വെട്ടി തീയിലിടുമെന്ന് പറഞ്ഞു. யோவான் சொன்னான், இதோ கோடரியானது மரத்தின் வேரருகே வைக்கப்பட்டிருக்கிறது, நல்ல கனி கொடாத மரம் எல்லாம் வெட்டுண்டு. അപ്പോൾ ജനം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന്. அப்படியானால் ஜனங்கள் கேட்டார்கள், நாங்கள் என்ன செய்ய வேண்டும். യോഹന്നാൻ പുരുഷാരത്തോട് പറഞ്ഞത്, அப்ப யோவான் ஜனக்கூட்டத்துக்கு சொன்னான், 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവൻ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. 2 വസ്ത്രத்தை உடையவன் இல்லாதவனுக்கு கொடுக்க வேண்டும். സ്തോത്രം. 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവൻ ഒന്ന് കൊടുക്കണം. 2 വസ്ത്രத்தை உடையவன் இல்லாதவனுக்கு ஒன்றை கொடுக்க வேண்டும். മുഖത്ത് നോക്കി ആ കാര്യം പറഞ്ഞു, முகத்தை பார்த்து காரியத்தை சொல்லுகிறான். എന്ന് പറഞ്ഞ ജനത്തെ സോപ്പിട്ടില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. அப்படியானால் ஜனத்துக்கு சோப்பு போடவில்லை, அதாவது அவங்களை ഭക്ഷണ സാധനങ്ങളുള്ളവനും അങ്ങനെ തന്നെ കൊടുക്കണമെന്ന്. ஆகாரம் உள்ளவங்களும் அப்படியே கொடுக்க வேண்டும். അപ്പൊ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവനെ ഒന്ന് കൊടുക്കണം. அப்ப 2 വസ്ത്രം ഉடையവൻ ഇല്ലാதவனுக்கு ഒന്നേ കൊടുக்க வேண்டும். അല്ലാതെ നീ അടുക്കി വെച്ചേച്ച് മറ്റവനോട് പറയാ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ എന്നല്ല പറയേണ്ടത്. അടുക്കി വെച്ചെടുത്ത് ആമൻ ഇല്ലാത്തവന് കൊടുക്കണം. നീ അടുക്കി வைத்து விட்டு இல்லாதவனிடத்துல நீ அதற்காக ஜோமன் എന്നല്ല சொல்ல வேண்டியது, இல்லாதவனுக்கு நீங்கள் கொடுக்க வேண்டும். 10, 20, 30 സാരിയുള്ള അമ്മമ്മ ചിലപ്പോ ഈ സദസ്സിലും കാണും, ചിലപ്പോ വീട്ടിലും കാണും. ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടണമെന്ന നിന്നോട് സന്ദേശം അറിയിക്കും. 10, 20, 30 புடவைகள் உள்ள சகோதரிகள் இருக்கலாம், நீ இன்னைக்கு மனம் திரும்ப வேண்டும் என்று வசனம் சொல்லுகிறது. ഏത് ഉടുക്കുവന്നോർത്തായി ഇപ്പൊ നിന്റെ ചിന്താപാര, നേരത്തെ എന്ത് ഉടുക്കുവന്നായിരുന്നു, ഇപ്പൊ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഏത് ഉടുക്കുവന്ന, കോട്ടൺ ഉടുക്കണോ, കാഞ്ചീപുരം ഉടുക്കണോ, ബനാറസ് ഉടുക്കണോ, ചൈനീസ് സിൽക്ക് ഉടുക്കണോ, പിന്നെ കോയമ്പത്തൂർ കോട്ടൺ ഉടുക്കണോ, പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്, അതില്ല ഏത് ഉടുക്കണമെന്നാ ഇപ്പൊ. ஆமென். முன்னாலே என்ன உடுப்போம் என்று இருந்தது, இல்லாமல் இருந்த காலத்துல. இப்பொழுது இதுல எதை உடுப்பது என்று சொல்லி இருக்கிறது. காட்டனா, பட்டையா, பனாரசியா என்று குழம்பி போகிறாங்க நிறைய இருக்கிறதுனால. അപ്പൊ അതാ ഇപ്പോഴത്തെ ചിന്താഭാരം. இப்போடைய பாரம் அது எதை. അപ്പൊ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവൻ അതിന് ഒന്നെടുത്ത് കൊടുക്കണം. அப்ப 2 വസ്ത്രമുடையവൻ ഇല്ലാதவனுக்கு ഒന്നേ കൊടുക്കണം. ഭക്ഷണ സാധനങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. ആഹാര പൊരുൾകളെയും அப்படிதான் செய்ய வேண்டும். ആഹാരം എല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റി 2 മാസത്തേക്ക് ഒന്നും ചെയ്യാതെ അത് ചൂടാക്കി കുഞ്ഞമ്മേ വേവിച്ചനും കഴിക്കാതെ അതെടുത്ത് ഇല്ലാത്തവനോട് വിളമ്പി കൊടുക്കണം. അവനെ വിളിച്ച് പറയണം, പാടാ ഇവിടെ ഭക്ഷണമുണ്ട്, നീ ഇവിടെ കഴിക്കണം, ഇല്ലേ കൊടുത്തു വിടണം. ഇതാണ് യോഹന്നാന്റെ പ്രസംഗം, അത് തന്നെ എന്റെ പ്രസംഗം. ஆமென். ஆகாரம் இல்ல இருக்கிறவங்க ஃப்ரிட்ஜ்ல ஏத்தி சூடாக்கி 2 மாசத்துக்கு நீங்க மட்டும் சாப்பிட வைக்கிறது இல்ல, இல்லாதவனை கூப்பிட்டு அதை எடுத்து கொடுக்க வேண்டும். அதுதான் யோவானும் பிரசங்கித்தான், நானும் அதை தான் பிரசங்கிக்கிறேன். നീ ഇതെല്ലാം കൂടെ മോർച്ചറി വെച്ച് തിന്ന് നീ രോഗിയായി അവസാനം ഷുഗർ കൂടി, പ്രഷർ കൂടി, കൊളസ്ട്രോൾ കൂടി, ഇല്ലാത്ത ദീനം തൊണ്ടോമെന്ന് നിന്നെ ആശുപത്രി കൊണ്ട് മെഡിക്കൽ കോളേജ് കൊണ്ടിട്ട് ആമ്പലിന്റെ വള്ളി പോലെ ട്യൂബ് എല്ലാം കൂടെ കയറ്റി അവസാനം നീ വെള്ളം ഇറങ്ങാതെ കുറച്ച് മുറിച്ച്, കാലിന്റെ ബെരലിന്റെ അറ്റൽപ്പം മുറിച്ചു, കണ്ണയ്ക്ക് മുറിച്ചു, മുട്ടിന് മേളിൽ കയറ്റി മുറിച്ചു നീ പരുവക്കേടായി കുഴയാതിരിക്കുന്നതിൽ പേര് വെച്ച ആഹാരം എടുത്ത് അയലത്തുകാർക്കോ സ്നേഹിതർക്കോ വേണ്ടപ്പെട്ടവർക്കോ വിളമ്പി കൊടുത്താ നിനക്ക് ഷുഗറും പിടിക്കുകയില്ല, നിനക്ക് ഗുണവും വരും. ഇങ്ങനെ തന്നെ പറഞ്ഞുകൊടു. மார்ச்சரியிலே ஃப்ரிட்ஜ்ல வைக்கிற மாதிரி நிறைய நாள் வச்சு சாப்பிட்டு சுகர், கொலஸ்ட்ரால் எல்லாவற்றையும் வருத்தி விட்டு நோய் பிடித்து மெடிக்கல் காலேஜுக்கு போய் அங்கிருந்து திருப்பி விட்டு விரல எடுத்து காலை எடுத்து அப்புறம் முட்டு வரைக்கும் எடுத்து விதமாய் மோசமாய் போகிறதை பார்க்கலாம். இருக்கிற ஆகாரத்தை இல்லாதவங்களுக்கு பகிர்ந்து கொடுத்து சாப்பிடும்போது எந்த நோயும் வராது, வியாதியும் வராமல் இருக்கலாம். വസ്ത്രമുള്ളവരും അങ്ങനെ തന്നെ ചെയ്യണം. வஸ்திரம் இருக்கிறவங்களும் அப்படிதான் செய்ய வேண்டும். സഭയിൽ വന്ന് ആരാധിക്കുന്ന വ്യക്തിക്ക് വസ്ത്രമില്ലെങ്കിൽ അവരെ മനസ്സിലാക്കി ആമന്റെ സാഹചര്യം അനുസരിച്ച് അവർക്കും വസ്ത്രം കൊടുക്കണം. சபையில வந்து ஆராதிக்கிறவர்களுக்கு வஸ்திரம் இல்லை என்று சொன்னால் அவருடைய சூழ்நிலை புரிந்து கொண்டு அவர்களுக்கு வஸ்திரத்தை கொடுக்க வேண்டும். ഭക്ഷണ സാധനങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. ஆகார பொருட்களையும் அப்படியே தான் അപ്പോൾ செய்ய வேண்டும். കൂടപ്പെട്ട ജനത്തോട് യോഹന്നാൻ ഇതൊക്കെയാ പറഞ്ഞത്. கூடி வந்திருக்கிற ஜனங்களுக்கு யோவான் இதை தான் சொல்லுகிறார். ചുങ്കക്കാരും വന്നവനോട് ചോദിച്ചു, ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ஆயக்காரர்கள் வந்து கேட்கிறார்கள், நாங்கள் என்ன செய்ய வேண்டும் என்று. അപ്പോൾ യോഹന്നാൻ പറഞ്ഞത്, அப்பொழுது யோவான் சொன்னான், നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമായിട്ടൊന്നും പിരിവെടുക്കരുതെന്ന് പറഞ്ഞു. நீங்கள் கட்டளையிட்டதற்கு அதிகமாய் வசூலிக்காதீர்கள் என்று சொல்லுகிறார். നീ അധികമായിട്ട് പിരിക്കരുത്. நீ அதிகமாய் வசூலிக்க கூடாது. ന്യായമായിരിക്കണം, നീതിയായിരിക്കണം, സത്യമായിരിക്കണം, കൃത്യമായിരിക്കണം. நியாயமாய் நீதியாய் உண்மையாய் சரியாக இருக்க வேண்டும். ചുങ്കക്കാരോട് പറഞ്ഞ അധികമായിട്ടൊന്നും പിരിക്കരുത്. ஆயக்காரத்தில் சொல்லுகிற அதிகமாய் வசூலிக்காதீங்க. പടച്ചനം എന്നവനോട് ചോദിച്ചു, ஆமென்.
படையாளிகள் வந்து ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. நாங்கள் என்ன செய்ய வேண்டும் என்று கேட்கிறார்கள். ആരെയും ബലാത്കാരം ചെയ്യരുത്, யாரையும் துன்புறுத்தாதீர்கள். ചതിയായിട്ടൊന്നും വാങ്ങുകയും ചെയ്യരുത്. ஆமென். அவர்களுக்கு வற்புறுத்தி ஒன்றை வாங்காதீர்கள். ആരെയും ബലാത്കാരം ചെയ്യരുത്, ചതുവായിട്ടൊന്നും വാങ്ങുകയും ചെയ്യരുത്. யாரையும் துன்புறுத்த கூடாது, வற்புறுத்தி எதையும் வாங்க கூடாது. നീ ആരെയും ചതിക്കരുത്. நீ யாரையும் வஞ்சிக்க கூடாது. പള്ളി പോയത് കൊണ്ടോ അമ്പലത്തിൽ പോയത് കൊണ്ടോ മോസ്കിൽ പോയത് കൊണ്ടോ കാര്യമില്ല, മനുഷ്യനെ ചതിക്കരുതെന്ന്. ஆலயத்திற்கோ கோவிலுக்கோ பள்ளிக்கோ போய் எந்த பிரயோஜனம் இல்லை, யாரையும் நீ வஞ்சிக்க கூடாது, துன்புறுத்த கூடாது. വെളുപ്പിനെ 5 മണിക്ക് കുർബാനയ്ക്ക് പോയത് കൊണ്ട് കാര്യമില്ല, നീ ആരെയും ചതിക്കരുത്. ചതിച്ചു കുർബാനയ്ക്ക് പോയാൽ നിനക്കത് ശാപമാകും. ചതിച്ചു പെന്തിക്കോസ് വന്ന അത് ശാപമാകും. ചതിച്ചു നീ ക്ഷേത്രത്തിലോ മോസ്കിലോ എവിടെ പോയാൽ അത് നിനക്ക് ശാപമാകും. ആദ്യം ജീവിതത്തെ ക്രമപ്പെടുത്തി നീതിയായിട്ട് ജീവിക്കുക. காலையில 5 மணிக்கு நீ பூசைக்கு போய்விட்டும் நீ யாரையாவது ஏமாற்றுவாய் என்று சொன்னால் உனக்கு எந்த பிரயோஜனம் இருக்காது. நீ ஏமாற்றுகிறவனாய் பெந்தேகோஸ்திலே வந்தாலோ கோவிலுக்கு போனாலோ பள்ளிக்கு போனாலோ எந்த பிரயோஜனம் இல்ல. நீ ஏமாற்றிக் கொண்டிருந்தால் நீ ஏமாற்றப்படுவாய். സഹോദരനെ ചതിച്ചിട്ട്, சகோதரனை ஏமாற்றி, സഹോദരിയെ ചതിച്ചിട്ട്, சகோதரியை ஏமாற்றி, കൂട്ടുവിശ്വാസിയെ ചതിച്ചിട്ട്, கூட்டு விசுவாசிகளை കുടുംബക്കാരെ ചതിച്ചിട്ട്, குடும்பத்தில் உள்ளவர்களை ஏமாற்றி விட்டு നീ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ രക്ഷപ്പെടുകയില്ല. நீ உபவாச கூட்டம் வைத்தாலும் தப்பித்துக் கொள்வதில்லை. സകല ചതിവും കാണിച്ചു 21 ഇരിക്കുക, സമാധി ഇരിക്കും പോലെ നീ രക്ഷപ്പെടുകയില്ല. எல்லா ஏமாற்று வேலையை காட்டிவிட்டு 21 நாள் உபவாசம் இருந்தும் நீ தப்பித்துக் கொள்வதில்லை. ഈ വിധ ചതിവെല്ലാം ചെയ്തിട്ട് இவ்விதமான ஏமாற்று வேலைகளை നീ കെട്ടി മലയ്ക്ക് പോയാലും രക്ഷപ്പെടുകയില്ല. ചതിവ് കാണിച്ചേച്ചേ. நீ கெட்டி மலைக்கு போனாலும் ஏமாற்றுகிறவனாய் இருந்தால், வஞ்சிக்கிறவனாய் இருந்தால் தப்பித்துக் கொள்ள ഈ വിധ முடியாது. ചതിവ് ചെയ്തിട്ട് இவ்விதமான வஞ்சனை செய்துவிட்டு നീ ഇപ്പോൾ അവൻ നോയമ്പിന്റെ കാലമാ, നോയമ്പിന്റെ കാലം, അവൻ റമസാൻ കാലമാ, അവൻ നോയമ്പ് നോക്കിക്കൊണ്ടും ഗുണമാകുകയില്ല. இப்பொழுது நோன்பு நாட்கள் ரம்சானுக்கு நோன்பு இருந்தாலும் நீ வஞ்சிக்கிறவனாய் இருந்தால் நீ தப்பித்துக் கொள்வதில்லை. മക്കേ പോയാലും മദീനയിൽ പോയാലും ഇസ്രായേലിൽ പോയാലും മലയ്ക്ക് പോയാലും രക്ഷപ്പെടത്തില്ല. ആദ്യം ജീവിതത്തെ ക്രമപ്പെടുത്തണം. மக்காவுக்கோ மதீனாவுக்கோ இஸ்ரவேலுக்கோ மலைக்கு போனாலோ நீ தப்பித்துக் கொள்வதில்லை. நீ முதலாவது உன்னுடைய வாழ்க்கையை ஒழுங்குபடுத்து. നീ ചതിക്കരുത്, நீ வஞ்சிக்க கூடாது, வஞ்சிக்க கூடாது, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, மற்றவர்களை துன்புறுத்த கூடாது, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം, மற்றவர்களை நேசிக்கிறவர்களாய் இருக்க வேண்டும். ആരോട് അപഹരിക്കരുത്, யாருடைய ചതിവായിട്ടൊന്നും വാങ്ങരുത്. சதிவாக ஒன்றை வாங்க கூடாது. ഇത് തന്നെ യോഹന്നാൻ പറഞ്ഞത്, ഇത് തന്നെ ഞാനും പറയുന്നത്, ഇത് തന്നെ ദൈവത്തിനും പറയാനുള്ളത്. இதுதான் யோவான் பிரசங்கித்தார், இதை நானும் பிரசங்கிக்கிறேன், இதை தான் கர்த்தரும் சொல்ல விரும்புகிறார். സ്തോത്രം, ஹalleluya, സ്തോത്രം. ஹalleluya. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. நீதியோடு நியாயம் தீர்க்கிற ஒரு தேவன் பரலோகத்தில் உண்டு. ഈ കാട്ടായമെല്ലാം കാണിച്ചേച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഉപവസിച്ചത് കൊണ്ടോ മുട്ടയിലിരുന്നത് കൊണ്ടോ കവിണ്ണ് കടന്നത് കൊണ്ടോ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും നോക്കി പ്രാർത്ഥിച്ചത് കൊണ്ടോ രക്ഷപ്പെടുകയില്ല. ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കും. இந்த வேண்ட வேலையெல்லாம் செய்துவிட்டு நீ பணிந்து கொள்கிறதுனாலயோ, முழங்கால் படிக்கிறதுனாலயோ, ஜெபிக்கிறதுனாலயோ, அல்லது கிழக்கும் மேற்கும் எல்லாம் திரும்பி திரும்பி கும்பிடுகிறதுனாலயோ எந்த பிரயோஜனமும் இல்லை. ചതിവ് കാണിച്ചു ബൈബിളും സിയോൻ കിതാബിലെ ആരാധനക്രമമായിട്ട് 5:30 പള്ളിയിൽ എന്തിനാടാ ഇങ്ങനെ നടക്കുന്നേ? வஞ்சனை ஏமாற்று வேலை செய்துவிட்டு காலையில் 5 மணிக்கு சியோன் கீதங்களையும் கொண்டு ஆலயத்துக்கு ஏன் இப்படி நடக்கிறீங்க? ഒരു ഗുണവും വരികയില്ല. எந்த பிரயோஜனம் இதனால வருவதில்லை. ജീവിതത്തെ ക്രമപ്പെടുത്തണം, வாழ்க்கையை ஒழுங்குபடுத்த வேண்டும். അത് എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പറയുന്നില്ല. അതിനുடைய செய்தியா இல்லாதபடினால் அதை நின்று சொல்ல. യോഹന്നാൻ ധൈര്യവും വീര്യവുമുള്ളവനാ. யோவான் ஸ்நானன் தைரியமும் வீரமும் உள்ளவனாக അതുകൊണ്ട് இருந்தான். വന്ന സദൂക്യരോടും പരീശന്മാരോടും പുരോഹിതന്മാരോടും ലേവ്യരോടും ചുങ്കക്കാരോടും പട്ടാളക്കാരോടും സകല എണ്ണത്തോടും മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു. ஆகவே தான் வந்த பரிசேயர், சதுசேயர், ஆயக்காரர், ராணுவ வீரர்கள் எல்லாரிடத்திலும் ஒரே மாதிரி காரியங்களை பேசி ധൈര്യമുള്ളവനാണ്, தைரியமுள்ளவனாய் നല്ല இருந்தான். വീര്യമുള്ളവനായ യോഹന്നാൻ. நல்ல வீரமும் உள்ளவனாய் இருந்தான் யோவான். അതുകൊണ്ടാണല്ലോ ഹെരോദാവിന്റെ വിഷയം വന്നപ്പോ ഒരു ശങ്കയും കൂടാതെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു. ஆகவே தானே ஏரோதனுடைய காரியத்துல எந்த தயக்கமும் இல்லாமல் முகத்தை பார்த்து பேசினார். ഹെരോദാവിനോട് പറഞ്ഞു, ஏரோதனிடத்துல சொன்னான், നിന്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യയായിട്ട് ഈ സല്ലപിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. ஆமென். உன்னுடைய சகோதரனாகிய பிலிப்பினுடைய மனைவியோடு நீ வாழுகிறது சரியல்ல என்று சொன்னான். പെന്തിക്കോസുകാരോട് ഞാൻ പറയാം, பெந்தேகோஸ்துக்காரர்களுக்கு நான் ഒന്നുകൂടെ சொல்லுகிறேன், പറഞ്ഞ ക്രൈസ്തവരോട് ഞാൻ പറയാം, சரியாய் சொன்னால் கிறிஸ்தவர்களுக்கு சொல்லுகிறேன், ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങളോ ചെയ്തികളോ പ്രവർത്തികളോ ഒന്നും പാടില്ല. സഹോദരന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നു ഹെരോദാവ്. ഇത് വിഹിതമല്ലെന്ന് യോഹന്നാൻ മുഖത്ത് നോക്കി പറഞ്ഞു. ஆமென். நீ தேவையில்லாத பேச்சோ நடவடிக்கைகளோ கிரியைகளோ ஆமென் உங்களுக்கு ஏற்றதல்ல. ஏரோதனுடைய மனைவி அவன் வைத்துக் கொள்வது சரியல்ல என்று முகத்தை பார்த்து யோவான் சொன்னான். നിന്റെ ഭാര്യയ്ക്ക് മിസ് കോൾ അടിക്കാവുള്ളൂ, വേറൊരുത്തന്റെ ഭാര്യയ്ക്ക് മിസ് കോൾ അടിക്കരുത്. ഹെരോദാവ് വേറൊരുത്തിക്ക് ആ മിസ് കോൾ മുഴുവൻ വിടുന്നേ. ஆமென். நீ உன்னுடைய மனைவிக்கு தான் மிஸ் கால் அடிக்க வேண்டும், இன்னொருவருக்கு செய்யக்கூடாது. ஆனால் ஏரோது சகோதரனுடைய மனைவிக்கு அந்த மிஸ் கால் கொடுக்கிறான். നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. உன்னை நியாயம் தீர்க்கிற ஒரு தேவன் உண்டு.
നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. நீதியோடு நியாயம் தீர்க்கிறவர் தேவன் பரலோகத்துல உண்டு. ആ ദൈവത്തെ ഭയപ്പെട്ട് വേണം ജീവിക്കാൻ. அந்த தேவனுக்கு பயந்து வாழ வேண்டும். നീതിക്കായി മെഷിക്കാൻ തന്റെ വഴിയൊരുക്കുമ്പോൾ നീതി കേട്ടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മെഷിക്കാൻ തന്റെ വഴിയൊരുക്കുമ്പോൾ നീതി കേട്ടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. നീതിക്കായി മീശിക്കാൻ തന്റെ വഴിയൊരുക്കുമ്പോൾ നീതി കേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. അപ്പൊ ശ്രദ്ധിക്കുക, അവൻ യോഹന്നാൻ ധൈര്യവും വീര്യവും ഉള്ളവനാണ്. அப்ப கவனிங்க, யோவான் தைரியமும் வீரமும் உள்ளவனாயிருந்தான். വീര്യവും ധൈര്യവുമുള്ള ആമ വ്യക്തിയായിരുന്നു യോഹന്നാൻ. அவன் வீரமும் தைரியம் உள்ள ஒரு நபராயிருந்தவன். അതുകൊണ്ട് ഹെരോദാവിന്റെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു. ஆகவே தான் ஏரோதனுடைய முகத்தை பார்த்து காரியங்களை നീ பேசினான். നിന്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യയെ വെച്ച് പൊറുപ്പിക്കുന്നത് നല്ലതല്ലെന്നാണ്. நீ உன்னுடைய சகோதரனாகிய பிலிப்பினுடைய மனைவியோடு வாழ்கிறது சரியல்ல என்று നീ சொன்னான். ദോഷം ചെയ്യുന്നവനാണ് நீ പറഞ്ഞു. தீங்கு செய்கிறவன் என்று சொன்னான். ദൈവദാസന്മാരോടും ദൈവകുഞ്ഞുങ്ങളോടും പറയട്ടെ, അവൻ മറ്റുള്ളവരെ സുഖിപ്പിച്ചോ പ്രസാദിപ്പിച്ചോ ഒരു ശുശ്രൂഷയല്ല, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു. தேவ ஊழியக்காரர்கள் தேவ பிள்ளைகளுக்கு சொல்லுகிறேன், மற்றவர்களை பிரியப்படுத்துகிற ஊழியம் அல்ல, உள்ள காரியத்தை உள்ளது போல பேச வேண்டும். തെറ്റാന്ന് പറയണം. தவறை தவறு என்று சொல்ல வேண்டும். അനീതി കാണിച്ചാൽ അനീതിയാന്ന് പറയണം. அநீதி காண்பித்தால் அநீதி என்று சொல்ல வேண்டும். പാപം പാപമാണെന്ന് പറയണം. பாவத்தை பாவம் என்று சொல்ல வேண்டும். ലംഘനം ലംഘനമാണെന്ന് പറയണം. மீறுதலை மீறுதல் என்று சொல்ல வேண்டும். ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണം. சுத்தத்தையும் அசுத்தத்தையும் வேறு பிரித்து காண்பிக்க வேண்டும். മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിച്ചു കൊടുക്കണം. அவன் குற்றத்தையும் குற்றமில்லாமையும் பிரித்து காண்பிக்க வேண்டும். യോഹന്നാൻ അതാ ചെയ്തത്. யோவான் ஸ்நானன் அதுதான் செய்தான். യോഹന്നാൻ ധൈര്യവും വീര്യവും யோவான் ஸ்நானன் தைரியமும் வீரமும் உள்ளவன். ധൈര്യവും വീര്യവും ഉള്ളവനായിരുന്നു യോഹന്നാൻ. தைரியமும் வீரமும் உள்ளவனாயிருந்தான் யோவான் ஸ்நானன். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. ആറാമത്തെ കാര്യം, ஆறாவது காரணம், ഞാനെല്ലാം വിശദീകരിക്കുന്നില്ലെന്ന് ഞങ്ങൾക്ക് പോകേണ്ടതുകൊണ്ട് സമയത്തെയും ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് ചടികടാന്ന് പറഞ്ഞ ആ കാര്യം അങ്ങ് നിർത്താനാ. எல்லாவற்றையும் சொல்ல முடியுமா என்று தெரியவில்லை, எங்களுக்கும் போக வேண்டி இருக்கிறது. நேரத்துக்கு நான் பயப்பட்டு சுருக்கமாய் பேசுகிறேன். യോഹന്നാൻ വലിയവനാകാനുള്ള ആറാമത്തെ കാര്യം, யோவான் பெரியவனாகும்படியான ஆறாவது காரணம், കർത്താവിന്റെ കൈ അവന്റെ കൂടെ ഉണ്ടായി. கர்த்தருடைய கை அவரோடு கூட இருந்தது. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 66-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ കൈ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പദമുണ്ട്, വായിച്ചേ. லூக்கா சுவிசேஷம் 1-வது அதிகாரம் 66வது வசனம். കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കൈ അവന്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളത്തിൽ തമിഴിൽ വായിച്ചേ. கர்த்தருடைய கரம் அந்த பிள்ளையோடு இருந்தது. അപ്പോൾ കർത്താവിന്റെ കൈ യോഹന്നാന്റെ കൂടെ அப்ப ഉണ്ടായിരുന്നു. கர்த்தருடைய கரம் யோவானோடு கூட இருந்தது. അതുകൊണ്ടാണ് യോഹന്നാൻ വലിയവനാകാനുള്ള വേറൊരു കാരണം. ஆகவே தான் யோவான் பெரியவனாகும்படியான இன்னொரு കർത്താവിന്റെ காரணம். കൈ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൈ നിനക്ക് ദോഷം ചെയ്യേ. கர்த்தருடைய கரம் உன்னோடு கூட இருக்கும் என்றால் எந்த கரமும் உனக்கு தீங்கு செய்ய முடியாது. ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാണെങ്കിൽ വേറൊരു കരവും നിനക്ക് പ്രതികൂലമായി വരത്തില്ല. கர்த்தருடைய கரம் உனக்கு அனுகூலம் என்று சொன்னால் இன்னொரு கரம் உனக்கு எதிர்ப்பாய் வராது. അവിടുത്തെ കരം വീര്യമുള്ള കരമാണ്. அவருடைய கரம் வீரமுள்ள கரம். അവിടുത്തെ ഭുജം മഹാഭുജമാണ്. அவருடைய புயம் மகா புயமாய் അവിടുത്തെ இருக்கிறது. കരത്തിൽ നിന്ന് ആരും നിന്നെ പിടിച്ചു പറിക്കത്തില്ല. அவருடைய கரத்திலிருந்து யாரும் உன்னை பிடித்து பறிக்க முடியாது. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഞാനും നിങ്ങളും കർത്താവിന്റെ ഉള്ളം കയ്യിലിരിക്കുക. அந்த யோவானுடைய சுவிசேஷத்தை வாசிக்கும்போது நானும் நீங்களும் அவன் கர்த்தருடைய உள்ளங்கைகளில் இருக்கிறோம். അവിടുത്തെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. அவருடைய கரத்திலிருந்து பிடித்து நம்மை வாங்க எந்த வல்லமையாலும் முடியாது. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, 7 നക്ഷത്രം വലങ്കയിൽ ഇരിക്കുന്നെന്നാ. அவன் வெளிப்படுத்தல் வாசிக்கும்போது 7 நட்சத்திரங்களை வலது கையிலே ആ നക്ഷത്രം സഭയുടെ ശുശ്രൂഷകന്മാരാണ്. அந்த நட்சத்திரங்கள் சபையுடைய ஊழியக்காரர்களாக இருக்கிறார்கள். കർത്താവിന്റെ ദാസന്മാർ കർത്താവിന്റെ കരത്തിലിരിക്കുക. கர்த்தருடைய ஊழியக்காரர்கள் கர்த்தருடைய கரங்களில் ആ കരം இருக்கிறார்கள். നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, அந்த கரம் நம்மோடு ആ இருக்கிறது. കരം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ அந்த கரம் உன்னுடைய ഒരു ശക്തി നിന്നെ തൊടുകയില്ല. எந்த வல்லமை உன்னை தொடாது. അവിടുത്തെ കരം യോഹന്നാന്റെ കൂടെ ഉണ്ട്. அவருடைய கரம் யோவானோடு கூட இருந்தது. കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ചുമാർ പിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ. വിരുദ്ധമായി വരുന്നതും ഏതുമേ ഭയം